ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/2024. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു, അത് തെറ്റാണ്. 2. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. 3. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്, അത് ശരിയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി, അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3, 4 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായ നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. കലാപം നടന്നത് 1812, അത് ശരിയാണ്. 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു, അത് തെറ്റാണ്. കലാപത്തിൻ്റെ നേതാവായിരുന്നു രാമനമ്പി. 3. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു, അതും തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവ് രാമനമ്പിയാണ്. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി, അതും ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3 തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് അദ്ദേഹം, അത് ശരിയാണ്. 2. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. 3. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായ രചനയാണ്, അതും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവർ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ പറയുന്നവർ ശരിയായ ജോഡി കണ്ടെത്തുക. 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു, അത് ശരിയാണ്. 2. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്, അതും ശരിയാണ്. 3. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി, അത് തെറ്റാണ്. 1924 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത്. 4. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നു, അതും ശരിയാണ്. ഇതിൽ ശരിയായ ജോഡി 1, 2, 4 ഉത്തരം ഓപ്ഷൻ എ. അഞ്ചാമത്തെ ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്, അത് ശരിയാണ്. 2. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്, അത് തെറ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. 3. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, അതും തെറ്റാണ്. ചൈനയിലാണ് ആസ്ഥാനം വരുന്നത്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ്. 4. 2009 ബ്രിക്സിന് രൂപം കൊണ്ടത്, അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന 1, 4 ഉത്തരം ഓപ്ഷൻ ഡി. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ISRO സ്ഥാപിതമായത് 1998, അത് തെറ്റാണ്. 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. 2. ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്, അതും തെറ്റാണ്. ഇതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു, അത് ശരിയാണ്.
4. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന 3ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 7ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 1. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അത് ശരിയാണ്. 2. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. അതും ശരിയാണ്. 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ശരിയാണ്. 4. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അതും തെറ്റാണ്. കോഴിക്കോടായിരുന്നു പത്രത്തിന്റെ ഓഫീസ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അത് ശരിയാണ്. 2. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. അതും ശരിയാണ്. 3. കേരള ജ്യോതി പുരസ്കാരം MK സാനു. അതും ശരിയാണ്. 4. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. അത് തെറ്റാണ്. ഓടക്കുഴൽ അവാർഡ് 2024 നേടിയത് K അരവിന്ദാക്ഷനാണ്. ഇതിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ D 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? 1. അതിർത്തി ഗാന്ധിയുടെ മരണം, അതായത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ മരണം 1988-ലാണ്. മലബാർ കലാപം 1921-ലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936-ലാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മരണം 1964. ഇതിൽ കാലഗണനാ ക്രമം അനുസരിച്ച് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യം മലബാർ കലാപം, പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നീട് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. 10ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 1. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17-നാണ്. അത് ശരിയാണ്. 2. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതും ശരിയാണ്. 3. കൊച്ചി മെട്രോയുമായി അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതും ശരിയാണ്. 4. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേയാണിത്. അതാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽവേയാണിത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉമാണ്. ഉത്തരം ഓപ്ഷൻ സി. 11ാമത് ചോദ്യം, കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. 12ാമത് ചോദ്യം, നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അഹമ്മദാബാദ്. 13ാമത് ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫ്. 14ാമത് ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിജ്വൽ പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി. 15ാമത് ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തിക ശിലകളിൽ നിന്നും ഖാദനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചുവന്ന മണ്ണ് അഥവാ റെഡ് സോയിൽ. 16ാമത്തെ ചോദ്യം, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം
കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 17ാമത്തെ ചോദ്യം, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. 18ാമത്തെ ചോദ്യം, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട്. 19ാമത്തെ ചോദ്യം, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ മിൽപ. 20ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഉത്തരം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 21ാമത്തെ ചോദ്യം, 1957 സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1937. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? തന്നിരിക്കുന്നത് ദൈവദശകം, അത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. വേദാധികാര നിരൂപണം ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ല, അതാണ് ശരിയായിട്ടുള്ളത്. നവമഞ്ജരി, ദർശനമാല. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 24ാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. 25ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ചുവടെ നൽകിയിട്ടുള്ള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം അവാർഡ് ലഭിക്കാത്ത സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതാണ്? തന്നിരിക്കുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ, രംഗനാഥ മിശ്ര കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. 1ഉം 3ഉമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ. 27ാമത്തെ ചോദ്യം, തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ട്രാങ്കിബാർ. 30ാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? താഴെ നൽകിയിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഏത്? തന്നിരിക്കുന്നത് കുണ്ടറ വിളംബരം 1809, അത് ശരിയാണ്. ആറ്റിങ്ങൽ കലാപം 1721, അതും ശരിയാണ്. കുളച്ചൽ യുദ്ധം 1741, അതും ശരിയാണ്. കുറിച്യ കലാപം 1810 എന്നാണ് തന്നിട്ടുള്ളത്. 1812 കുറിച്യ കലാപം നടന്നത്. തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 31ാമത്തെ ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു, അതും ശരിയാണ്.
സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് തെറ്റാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 3. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 32ാമത് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അത് ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അത് തെറ്റാണ്. ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. 3. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അതും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 33ാമത് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതെല്ലാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതെല്ലാം? 1. 1993 പ്രോട്ടോകോൾ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 3. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. അത് തെറ്റാണ്. ഒക്ടോബർ 12 നിലവിൽ വന്നത്. 4. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 34ാമത് ചോദ്യം. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം? 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ സി. സോമനാഥ്, ഭുവനേശ്വരി. 35ാമത് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? 1. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അത് ശരിയാണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാകാനും സ്ഥാവരജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം. അതും ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നൽകുന്നത് നിരോധിക്കുക. അതും ശരിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം. അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. 36ാമത് ചോദ്യം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, റഷ്യ. 37ാമത് ചോദ്യം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 1812 കുറിച്യ ലഹള ഉണ്ടായത്. അത് ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. അത് തെറ്റാണ്. കുറിച്യരും കുറുമ്പരുമാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറിച്യ കലാപം. അതും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ സി. 38ാമത് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏത്? ഉത്തരം ഓപ്ഷൻ സി, കേരളീയ സുഗുണബോധിനി. 39ാമത് ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? 1. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. 3. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 40ാമത്തെ ചോദ്യം. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പാലക്കാട്, ചേലക്കര. 41ാമത്തെ ചോദ്യം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ, 41.
42-ാമത്തെ ചോദ്യം, രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വയനാട്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് വയനാട് ജില്ല അതിർത്തി പങ്കിടുന്നത്. 43-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പള്ളിവാസൽ. 44-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ലാറ്ററൈറ്റ് മണ്ണ്. 45-ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 46-ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ബടാനന്ദൻ. 47-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഉത്തരം ഓപ്ഷൻ എ, 20. 48-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി, റോഷി അഗസ്റ്റിൻ. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. ജെ ചിഞ്ചുറാണി ക്ഷീരവികസനം മൃഗസംരക്ഷണ മന്ത്രിയാണ്. പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്. 49-ാമത്തെ ചോദ്യം, 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, 5. 50-ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1861. ബേപ്പൂർ മുതൽ തിരൂർ റെയിൽപാതയാണ് ഇത്. 52-ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. 53-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കീഴരിയൂർ ബോംബ് കേസ്. 54-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ടി കെ മാധവൻ. 55-ാമത്തെ ചോദ്യം, 1817-ൽ ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817-ൽ ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 56-ാമത്തെ ചോദ്യം, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി, വി ടി ഭട്ടതിരിപ്പാട്. 57-ാമത്തെ ചോദ്യം, 1920-ൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920-ൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജനസംഖ്യാനുപാത സംവരണം. 58-ാമത്തെ ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, അർണോസ് പാതിരി. 59-ാമത്തെ ചോദ്യം, 1809-ൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? 1809-ൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, വേലുത്തമ്പി ദളവ. 60-ാമത്തെ ചോദ്യം, 1859-ൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്?
1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. 61 ചോദ്യം. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. 62 ചോദ്യം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്ലാസൻ്റ. 63 ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമ. 64 ചോദ്യം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. 65 ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി വൃക്കാധമനി. വൃക്ക സിരയാണ് വൃക്കയിൽ നിന്നും രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുഴൽ. 66 ചോദ്യം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. അത് തെറ്റാണ്, വെള്ളെഴുത്താണ്. 2. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. അതും തെറ്റാണ്, വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. 3. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. 4. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അതും ശരിയാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ 3ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 67 ചോദ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി മൊണീറ. 68 ചോദ്യം. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോഫിൻ. 69 ചോദ്യം. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും 2ാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു. അത് തെറ്റാണ്, 2ാം ഘട്ടം മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അത് തെറ്റാണ്, ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. 2ാമത്തെ ഘട്ടമായ ക്രബ്സ് സൈക്കിളിനാണ് ഓക്സിജൻ ആവശ്യമായിട്ടുള്ളത്. 3. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അതും തെറ്റാണ്, ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 2 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. 4. ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അത് ശരിയാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ 4 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 70 ചോദ്യം. വിട്രിയസ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ണ്. 71 ചോദ്യം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ഉത്തരം ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 72 ചോദ്യം. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. 73 ചോദ്യം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താകും? വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം ഉത്തരം ഓപ്ഷൻ ഡി 4 മടങ്ങാകും. 74 ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം.
ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, വേഗം. വേഗം ഒരു അദിശ അളവാണ്, ബാക്കിയൊക്കെ സദിശ അളവുകളാണ് തന്നിട്ടുള്ളത്. 75-ാമത്തെ ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബാരോമീറ്റർ. 76-ാമത്തെ ചോദ്യം, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്ന പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചോ, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. അതാണ് ജെ തോംസണുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ന്യൂട്രോണിനെ കണ്ടെത്തി. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. 77-ാമത്തെ ചോദ്യം, റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? റബ്ബറിൻ്റെ മോണോമർ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഐസോപ്രീൻ. 78-ാമത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഹെൻറി ബക്വറൽ. 79-ാമത്തെ ചോദ്യം, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അലുമിനിയം. 80-ാമത്തെ ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ എ, ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഈ ചോദ്യം, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മലയാളം മിഷൻ. 2-ാമത്തെ ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, എസ് ഹരീഷ്. 3-ാമത്തെ ചോദ്യം, കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനമാണ് കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. 4-ാമത്തെ ചോദ്യം, ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏത്? ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1951 മുതൽ 1956 വരെയായിരുന്നു ആദ്യ പഞ്ചവത്സര പദ്ധതി. 5-ാമത്തെ ചോദ്യം, കോവിഡ്-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോവിഡ്-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആരോഗ്യ സേതു. 6-ാമത്തെ ചോദ്യം, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, തൃശൂർ. 7-ാമത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ടെന്നീസ്. 8-ാമത്തെ ചോദ്യം, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏത്? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉം. 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 3 വനിതാ ശാക്തീകരണം. 9-ാമത്തെ ചോദ്യം, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ നിർദ്ദിഷ്ട അതിവേഗ റെയിൽ പാതയാണ് സിൽവർ ലൈൻ. ഇത് 11 ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 3 ജില്ലകളിലൂടെ മാത്രമേ കടന്നു പോകാത്തതുള്ളൂ, പാലക്കാട്, വയനാട്, ഇടുക്കി. PSC തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ട എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ സിൽവർ ലൈൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. 10-ാമത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വി നാരായണൻ. 11-ാമത്തെ ചോദ്യം, വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡക്കാൻ പീഠഭൂമി.
12ാമത് ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 1. സൗരോർജം. 2. ജൈവവാതകവും സൗരോർജവും. 3. കാറ്റിൽ നിന്നുള്ള ഊർജം. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 2, 3 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. 13ാമത് ചോദ്യം ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. 1. ചൈന. 2. നേപ്പാൾ. 3. പാകിസ്ഥാൻ. 4. ഭൂട്ടാൻ. തന്നിരിക്കുന്നവയെല്ലാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന 7 രാജ്യങ്ങളാണ് ഉള്ളത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയാണ് ഇന്ത്യയുടെ കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ. 14ാമത് ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. 15ാമത് ചോദ്യം മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. 16ാമത് ചോദ്യം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. 17ാമത് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 18ാമത് ചോദ്യം ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ എ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. 19ാമത് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി NH44. 20ാമത് ചോദ്യം മുംബൈയെയും മാംഗ്ലൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? മുംബൈയെയും മാംഗ്ലൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. 21ാമത് ചോദ്യം അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1955. 22ാമത് ചോദ്യം പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. 23ാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 6. 24ാമത് ചോദ്യം മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 42ാം ഭേദഗതി. 25ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 1947 ജൂലൈ 22. 26ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ ഗംഗ. 27ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 28ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം
ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 52 സെക്കൻഡ്. 29ാമത് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 30ാമത് ചോദ്യം, 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. 31ാമത് ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. 1. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. 2. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. 3. പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡൂരക്. 4. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 32ാമത് ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. 33ാമത്തെ ചോദ്യം, സന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? സന്താൾ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1855 മുതൽ 1856. 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. 36ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1857 മെയ് 10. 37ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 9, 1942 ക്വിറ്റ് ഇന്ത്യ ദിനം. 38ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 39ാമത്തെ ചോദ്യം, സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. 40ാമത്തെ ചോദ്യം, സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ഫസൽ അലി. 41ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ എ മംഗളവനം. 42ാമത്തെ സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏത് ദേശീയോദ്യാനമാണ്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനം. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിൽ 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താം കോട്ടക്കായൽ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകമാണ്. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. 45ാമത്തെ ചോദ്യം, മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 46ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏത്? കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മറയൂർ. 47ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി എറണാകുളം. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ.
49-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. 50-ാമത്തെ ചോദ്യം സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്പ്ലാഷ്. 51-ാമത്തെ ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. 53-ാമത്തെ ചോദ്യം ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 54-ാമത്തെ ചോദ്യം പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലബാർ കലാപം. 55-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് നിജാനന്ദ വിലാസം. അത് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. 56-ാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. 57-ാമത്തെ ചോദ്യം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ 1936. 58-ാമത്തെ ചോദ്യം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. 59-ാമത്തെ ചോദ്യം കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. 60-ാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സവർണ ജാഥ. 61-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഉത്തരം ഓപ്ഷൻ എ വൃക്കകൾ. 62-ാമത്തെ ചോദ്യം ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1 ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറം തള്ളപ്പെടുന്നു. 3 ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. 63-ാമത്തെ ചോദ്യം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം ഡി. 64-ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി നിപ്പ, എയ്ഡ്സ്. ക്ഷയം ബാക്ടീരിയ രോഗമാണ്. മലേറിയ പ്രോട്ടോസോവ പ്ലാസ്മോഡിയം. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. 65-ാമത്തെ ചോദ്യം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർദ്രം പദ്ധതി. 66-ാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നൈട്രജൻ. ഹരിതഗൃഹവാതകങ്ങളിൽ പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ CFC, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ഓസോൺ എന്നിവയാണ്.
നൈട്രജൻ അല്ല, നൈട്രസ് ഓക്സൈഡാണ് ഹരിതഗൃഹ വാതകം. 67ാമത്തെ ചോദ്യം, വനനശീകരണത്തിന് കാരണമാകാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? വനനശീകരണത്തിന് കാരണമാകാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നത് റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സസ്യപരിപാലനമാണ് വനനശീകരണത്തിന് കാരണം ആകാത്തത്. 68ാമത്തെ ചോദ്യം, ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പെട്രോൾ. 69ാമത്തെ ചോദ്യം, കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രിയങ്ക. 70ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ, കോഴിക്കോട്. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. ഒരാറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അത് ശരിയാണ്. 2. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. 3. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. അതും ശരിയാണ്. 4. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അത് തെറ്റാണ്. ഐസോടോപ്പാണ് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ. അതാണ് ഐസോടോപ്പ്. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പറുമായിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 72ാമത്തെ ചോദ്യം, സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്ലവണ പ്രക്രിയ. 73ാമത്തെ ചോദ്യം, കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ എ, 4. 74ാമത്തെ ചോദ്യം, ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1. 75ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സോഡിയം ബെൻസോയേറ്റ്. 76ാമത്തെ ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ ബി, 4 ഇരട്ടിയാകും. 77ാമത്തെ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ആണ് എന്ത്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഭാരം. 78ാമത്തെ ചോദ്യം, സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. സോളാർ പാനലുകൾ അതിന് ഉദാഹരണമാണ്. 79ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓറഞ്ച്. 80ാമത്തെ ചോദ്യം, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കെൽവിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. Thank you for watching.